നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ ഒക്കെയാണ്. ഇന്ന് സർവ്വസാധാരണമായിട്ട് എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കഴുത്ത് വേദനയും ഷോൾഡർ പെയിനൊക്കെ. കൂടുതലായിട്ടും സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ലോങ് ടേം ദീർഘനേരം ഇങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ വെച്ച് ഉള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഈ വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക, ഒരു ഡോക്ടറെ കാണുന്നു, സ്കാനിങ്ങോ എക്സ്റേ മറ്റു കാര്യങ്ങളോ എടുക്കുന്നു. അപ്പോൾ തന്നെ അവർ പറയും നിങ്ങളുടെ ഈ ഭാഗത്തെ ഡിസ്കുകൾ C1 തൊട്ട് C5 വരെയുള്ള ഡിസ്കുകൾക്ക് പ്രശ്നമാണ്, സർജറി വേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുക. സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ആണ്, ഈ രോഗം ഇനി ജീവിതകാലം മുഴുവൻ മാറത്തില്ല എന്നൊക്കെയുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ തലച്ചോറിലേക്ക് ഫിറ്റ് ചെയ്ത് തരികയാണ്. ശരിക്കും ആയുർവേദത്തിൽ നിസാരമായിട്ട് പലപ്പോഴും ഈ കഴുത്ത് വേദനയൊക്കെ നീരിളക്കം എന്ന രീതിയിലായിരിക്കും പറയുന്നത്. അതുപോലെ ഷോൾഡറിന്റെ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ നീര് വീണിട്ട് കൈ പൊക്കാത്ത അവസ്ഥയിലേക്കൊക്കെ വരാറുണ്ട്. എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പറയും ഇവിടുത്തെ മസിൽ ടിയറായി, അങ്ങനെ പല പല ലിഗമെന്റ് ടിയറായി, അങ്ങനെ പല കാര്യങ്ങളും പറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളുടെ ഈ ഭാഗത്തുള്ള മസിലുകൾ സ്ട്രോങ് ആക്കി വയ്ക്കുന്നതിലൂടെ തന്നെ പലപ്പോഴും അതിനൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ആ രോഗം വരാത്ത രീതിയിൽ, നീര് വീഴാത്ത രീതിയിൽ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് ആ ഭാഗത്ത് മസിലുകൾ സ്ട്രെങ്ത് ആക്കി നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചില മാറ്റങ്ങളും പൊതുവെ കണ്ടുവരുന്നത്, നമ്മുടെ ആൾക്കാർ പലരും ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പൂർവികർ പറയുമായിരുന്നു രാവിലെ തല കുളിക്കുന്ന കാര്യം. നമ്മളിപ്പോൾ തോന്നിയ പാടാണ് തലയൊക്കെ കുളിക്കുന്നത്. ചിലവർ രാവിലെ കുളിക്കും, ഉച്ചയ്ക്ക് കുളിക്കും, വൈകുന്നേരം കുളിക്കും, സമയമില്ല, ഏത് സമയത്ത് വേണം കുളിക്കാമെന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ശരിക്കും രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് കുളിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വൈകുന്നേരവും രാത്രിയൊക്കെ കുളിക്കുന്നുണ്ട് തലനീര് ഇറങ്ങി ഈ ഭാഗത്ത് വീഴാനും അത് ഈ പറഞ്ഞ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് പോലത്തെ രോഗങ്ങളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. കഴുത്ത് നമുക്കറിയാം സ്റ്റക്കായിട്ട് നീര് വീണ് പിന്നെ കോളർ ഇട്ട് നടക്കേണ്ട അവസ്ഥയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ കുളിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ തലയിൽ, മലയാളികളായതുകൊണ്ട് തന്നെ പൊതുവെ വെളിച്ചെണ്ണ എല്ലാവരും തലയിൽ പുരട്ടുന്നുണ്ടാവും. അപ്പോൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക. തലയിൽ പുരട്ടുന്ന എണ്ണയല്ലേ, അതുകൊണ്ട് ഏതെങ്കിലും എണ്ണ എടുത്തങ്ങ് പുരട്ടാന്നല്ല. അത് നല്ല രീതിയിൽ നല്ല ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ നല്ല മായം ചേർക്കാത്ത വെളിച്ചെണ്ണ, നല്ല കമ്പനിയുടെ എണ്ണകൾ മേടിച്ച് പുരട്ടാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഇപ്പം നമ്മൾ പൂർവികർ, എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കുരുമുളകും അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ച് വെളിച്ചെണ്ണ തിളപ്പിച്ച് ആ എണ്ണ തലയിൽ പുരട്ടാൻ എനിക്ക് കുഞ്ഞിലെ തരും. പ്രത്യേകിച്ച് പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം തല കുളിക്കാതിരുന്നിട്ട് കുളിക്കുന്ന സമയത്താണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ വെളിച്ചെണ്ണ പൊട്ടിച്ച് വെയിലത്ത് വെച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന ജലം ബാഷ്പീകരിച്ച് പോകുന്ന സൂര്യപ്രകാശത്തിൽ ആ രീതിയിൽ അതിനെ ശുദ്ധിയാക്കുന്ന പ്രക്രിയകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ അത് ആ രീതിയിൽ ഇപ്പോഴും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. വെളിച്ചെണ്ണയൊക്കെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുക തലയിൽ പുരട്ടുന്നത്. അതിന് വേറെ എന്തെങ്കിലും എണ്ണയായാലും നമ്മൾ ഏത് എണ്ണ ഉപയോഗിച്ചാലും അത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ തലയിൽ പുരട്ടുന്ന എണ്ണ കാരണം നീരിറങ്ങിയിട്ട് ഈ ഭാഗത്ത് പ്രശ്നങ്ങൾ വരും. പിന്നീട് അത് സർജറിയൊക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഉറക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉറക്കം നമ്മളൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തെ സ്ട്രെസ് കാരണം അല്ലെങ്കിൽ ജോലി തിരക്കുകളൊക്കെ കാരണം പൊതുവെ കഴിയാറില്ല പലർക്കും അത്രയും സമയം ഉറങ്ങാനൊന്നും. പിന്നെ ലേറ്റായിട്ട് കിടന്ന് ഉറങ്ങുന്നത്, രാത്രി ഒരു 10 മണിയൊക്കെ 10-11 മണിക്കുള്ളിൽ കിടന്ന് ഉറങ്ങാൻ തന്നെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും വ്യായാമം ചെയ്യാനും ഒക്കെ ചെയ്യുന്നത് ഈ ഭാഗത്ത് നീരിറങ്ങുന്നത് തടയാനായിട്ട് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ചില എക്സസൈസുകളുണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള. അപ്പോൾ ആ എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ്. ഇന്ന് തന്നെ ഞാൻ കണ്ട ഒരു രോഗിയുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അദ്ദേഹത്തിന് കൈവെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ വന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ചികിത്സയിലൂടെ, മർമ്മ ചികിത്സയിലൂടെ ഉടനെ തന്നെ അദ്ദേഹം കൈവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അത് ചോദിച്ച എന്താണ് ഇത് വരാനുള്ള കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും അറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം കൈവെക്കാത്ത അവസ്ഥയിലേക്ക് വന്നത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് കൈവെക്കാൻ പറ്റുന്നില്ല, പലയിടത്തും പോയി ചികിത്സിച്ചു, ആ അവസ്ഥയാണ്. അപ്പം ആ കാരണത്തിന് ചോദിച്ച് മനസ്സിലാക്കണം. ചോദിച്ചപ്പോൾ അദ്ദേഹവും ഈ പറഞ്ഞ തൊട്ട് തോന്നിയ പാട് കുളിക്കുന്ന പ്രായമുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹവും ഇങ്ങനെ പണ്ട് തൊട്ടേ ശീലിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണം തോന്നിയ പാട് കുളിക്കുന്ന ആൾക്കാർ. എന്നാൽ ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം ഞാൻ രാത്രിയല്ലേ കുളിക്കുന്നത് എന്നിട്ട് ഈ വർഷം എനിക്ക് ഉണ്ടായില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടായേക്കാം അതുകൊണ്ടുള്ള ദോഷങ്ങൾ. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു അച്ചടക്കത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ ഞാനത് ചെയ്തിട്ട് വന്നില്ല എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ ഒരു നല്ല സമയം അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ശക്തി കൊണ്ടൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ പല കാരണങ്ങളുണ്ടാകും.
അതേപോലെ തന്നെ കൃത്യസമയത്ത് ഒരു ഇടയ്ക്ക് നമ്മളെ വയറൊക്കെ ക്ലീൻ ചെയ്യുന്ന നല്ലതാണ്. വയറ് ക്ലീൻ ചെയ്യാനും ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഡോക്ടർമാർ പറയും നമ്മൾ കഴുത്ത് അനക്കാൻ പാടില്ല, അല്ലെങ്കിൽ കൈ പൊക്കാൻ പാടില്ല, ഇങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ. അങ്ങനെയല്ല. പൊതുവേ നമ്മളുടെ അടുത്ത് ഇവിടുത്തെ ചികിത്സാ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ ഒക്കെ പുരട്ടി ഈ ഭാഗത്ത് ചൂട് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ഈ സിമ്പിളായിട്ടുള്ള ഈ എക്സസൈസുകൾ മുമ്പോട്ട് കറക്കുക, പുറകിലോട്ട് കറക്കുക, മുമ്പോട്ട് കറക്കുക, രണ്ട് കൈ. അതേപോലെ ഈ റൊട്ടേഷൻ ഇത് ഒരു 10 പ്രാവശ്യം വെച്ച് ചെയ്യുക. ഈ കഴുത്തിൻ്റെ എക്സസൈസ് ഇതൊരു 10 പ്രാവശ്യം വെച്ച് ചെയ്യുക. അതേപോലെ റൈറ്റ് ലെഫ്റ്റ് അപ്പ് ഡൗൺ. അപ്പോൾ ഈ 5 എക്സസൈസാണ് ഇപ്പോൾ കാണിച്ചു തന്നെ. ഇത് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ഇയർ ബാലൻസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കഴുത്തിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളത്. പിന്നെ വിയർപ്പ് ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. വിയർപ്പ് താഴുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വലിയൊരു കാര്യമാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ സാഹചര്യങ്ങൾ വിയർപ്പ് അമിതമായിട്ടുണ്ടാകുന്ന ചില ആൾക്കാരുണ്ട്, ശരീരപ്രകൃതിയുണ്ട്. അവരെപ്പോഴും അത് വിയർപ്പ് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. എക്സസൈസ് ഒക്കെ ചെയ്ത് ഈ ഭാഗത്തെ മസിലുകൾ, സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്, ഇതൊക്കെ ചെയ്യാം. നമുക്ക് ഈ എക്സസൈസ് ചെയ്യാം, ഈ 2 കൈയും പൊക്കുന്ന ഈ എക്സസൈസ് ചെയ്യാം, ഈ റൊട്ടേഷൻ ചെയ്യാം അല്ലേ, പുറകിലോട്ടും മുമ്പോട്ടും. അതേപോലെ ഈ റൊട്ടേഷൻ ചെയ്യാം, ഈ റൊട്ടേഷൻ ചെയ്യാം, ഈ കഴുത്തിൻ്റെ ഈ എക്സസൈസ് ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഓർക്കുക, ശ്രദ്ധിക്കുക. എല്ലാവരും മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ആയുർവേദത്തിലെ സ്വസ്ഥവ്രതത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് പലതും. അതെല്ലാം ശ്രദ്ധിക്കുക. നല്ലൊരു ലൈഫ് സ്റ്റൈലുമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ എല്ലാവരും മറക്കാതെ അടുത്ത വീഡിയോ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവരും ചെയ്യുക. നന്ദി, നമസ്കാരം.